സിനിമയിൽ എത്തുന്നതിന് മുമ്പുള്ള വയലാർ, നമ്മൾ മലയാളികൾ അദ്ദേഹത്തെ പാട്ടുകാരൻ എന്ന ഒരു ഫ്രെയിമിനകത്ത്, എന്ന് വെച്ചാൽ ലിറിസിസ്റ്റ്, സിനിമാ പാട്ടെഴുത്തുകാരൻ എന്ന ഒരു ഫ്രെയിമിനകത്താണ് കാണുന്നതെങ്കിലും അതിനേക്കാൾ എത്രയോ വലുതാണ് വയലാർ എന്ന് പറയുന്ന എഴുത്തുകാരൻ, കവി, അദ്ദേഹത്തിലെ കവി. അപ്പം അദ്ദേഹത്തിന്റെ ഒരു കാവ്യലോകം അത്ര വിശാലമായതാണ്. ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യം, പാദമുദ്ര എന്ന് പറഞ്ഞൊരു പുസ്തകം അദ്ദേഹം കവിതാ സമാഹാരം ഇറക്കി. അതില് രാമവർമ്മ തിരുമുൽപ്പാടോ അങ്ങനെ എന്തോ അല്ലേ പേര്, അങ്ങനെ ആയിരുന്നില്ലേ പേര്? തുറവൂര് മാധവപ്പ അദ്ദേഹത്തിന്റെ. അതെ, അപ്പം സിംഹവിലാസം ബുക്ക് ഡിപ്പോ അത് തന്നെ. അപ്പോ അത് പ്രേക്ഷകരും കൂടെ അറിയുന്നതിന് വേണ്ടി പറയാണ്, രാമവർമ്മ തിരുമുൽപ്പാട് എന്ന പേരിൽ അദ്ദേഹം ഒരു കവിതാ സമാഹാരം, പാദമുദ്രകൾ എന്ന് പറയുന്ന കവിതാ സമാഹാരം പുറത്തിറക്കി. അന്നത്തെയൊക്കെ ചുറ്റുപാടുകൾ കൊണ്ട് അതിന്റെ കോപ്പികൾ അച്ചടിക്കുക. ഗാന്ധിജിയെ കുറിച്ചുമായിരുന്നു കേട്ടോ. ഗാന്ധിജിയെ കുറിച്ചായിരുന്നു. ഗാന്ധിജിയെ കുറിച്ചാണ്. അതാണ്, അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നെങ്കിലും ഗാന്ധിയൻ ആശയങ്ങളോട്, ആദ്യത്തെ കവിതാ സമാഹാരം ഗാന്ധി അഹിംസയെ കുറിച്ചും ആ വഴിയെ ഞാൻ നടക്കുന്നു എന്നൊക്കെ അർത്ഥം വരുന്ന രീതിയിലാണ് ഈ പാദമുദ്രകൾ എഴുതിയിരിക്കുന്നത്. പക്ഷെ അതിനെ ഒരു കൃത്യമായ പ്രസിദ്ധീകരണത്തിന് സാധ്യതകൾ ഇല്ലാത്തത് കൊണ്ട് അതിന്റെ ഒരു പകർപ്പവകാശം മാധവ പൈ അങ്ങ് എഴുതി കൊടുത്തു, മൊത്തം എഴുതി കൊടുത്തു. നരസിംഹ വിലാസം പബ്ലിക്കേഷൻസിൽ അദ്ദേഹം എഴുതി കൊടുത്തു. ഇത് എഴുതി കൊടുത്തു കഴിഞ്ഞ ശേഷമാണ് പുന്നപ്ര വയലാർ പിന്നെ സമരം നടക്കുന്നത്. സമരം നടന്നപ്പോൾ വയലാർ എന്ന് പറയുന്നുള്ള സ്ഥലപ്പേര് വളരെ പോപ്പുലറായി, കേരളം മുഴുവൻ അറിഞ്ഞു. വയലാർ ഒരു വലിയ സംഭവമാണെന്ന ബോധ്യം വന്നപ്പോൾ ഈ മാധവ പൈ എന്ന് പറയുന്ന ആളാണ് രാമവർമ്മ തിരുമുൽപ്പാട് എന്നുള്ള പേര് മാറ്റി വയലാർ രാമവർമ്മ എന്നെഴുതി വെച്ച് ഈ പുസ്തകം ഇറക്കുകയും, വയലാർ എന്നുള്ള പേര് കണ്ടപ്പോൾ ഇതൊരു വിപ്ലവ പുസ്തകമായിരിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ആ പുസ്തകം ഒരുപാട് പോവുകയും ഒരുപക്ഷെ രാമവർമ്മ തിരുമുൽപ്പാട് വയലാർ രാമവർമ്മ എന്ന പേരിലേക്ക് മാറ്റപ്പെടുകയും ചെയ്യുന്നത് ഈ ഒരു പുസ്തകത്തിന്റെ ടൈറ്റിലായിരുന്നു അല്ലേ? ഇതൊക്കെ അച്ഛന്റെ വയലിൽ നിന്ന് കേട്ടിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ കേട്ടിട്ടുള്ള കാര്യം. ആ സമയത്തൊന്നും നമ്മൾ പോയിട്ട് പിന്നെ വയലാർ സമരം പോലും ഇല്ലാത്തൊരു കാലമല്ല. അതെ അതെ, ഞാൻ 60 ജനിക്കുന്നു, അതിനൊക്കെ വളരെ മുമ്പാണ് ഇത് ഇറങ്ങിയിരിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഗാന്ധിയുടെ കരയുന്നില്ലേ നിങ്ങൾ ഇന്ത്യ തൻ കരൽ വെട്ടി കുരുതിക്കളം തീർത്ത കണ്ണീരിൻ കഥ കേൾക്കെ എന്നൊരു വരിയൊക്കെ അതിനകത്തുണ്ട്. ഇവിടുത്തെ സംസ്കാരമൊക്കെ ഇടിഞ്ഞു വീഴുകയാണോ ഗാന്ധി മരിച്ചപ്പോൾ